ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ CBSE +1 കമ്പ്യൂട്ടർ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ എന്നുള്ളതിൻ്റെ മലയാളം വേർഷൻ, ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മലയാളം എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളവർക്ക് എന്ന രീതിയിലാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇതിലത്തെ ആസ് പെർ 2020-21 സിലബസ് പ്രകാരം വളരെ അത് റെഡ്യൂസ് ചെയ്ത് ചാപ്റ്റർ വൈസ് ആയിട്ടിട്ടുണ്ട്. അതിൻ്റെ എസെൻസാണ് ഇപ്പോൾ ഒരു ചാപ്റ്റർ ഇൻ വൺ ഷോട്ട് എന്നുള്ള രീതിയിൽ ഇടുന്നത്. അതിൽ മെയിനായിട്ട് പറയുന്ന സോഫ്റ്റ്വെയർ എന്താണെന്നും അതിൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നും ആസ് എ കമ്പ്യൂട്ടർ സയൻസ് വി മസ്റ്റ് ഫെമിലിയർ വിത്ത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ് ഇതിലുള്ളത്. ഇപ്പോൾ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ടുഗദർ മേക്സ് എ സിസ്റ്റം. നമുക്കറിയുന്നുണ്ടാകും സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും കൂടി ഇതാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ കമ്പോണൻസ് ആണ്, അതിൻ്റെ മെക്കാനിക്കൽ പാർട്സ് അല്ലേ, അതാണ് കീബോർഡ്, മൗസ്, CPU അങ്ങനത്തെ പാർട്സൊക്കെ, SMPS അങ്ങനത്തെ ഒക്കെ എന്താണ് ഇതാണ് ഏത് നമ്മുടെ ഹാർഡ്വെയർ ആണ്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ ഹാർഡ്വെയറിനെ വർക്കിംഗ് ആക്കുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ എന്താണ്? ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ ഫോം ഓഫ് എ കോഡ് അല്ലേ. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഹെൽപ്പോട് കൂടി എഴുതുന്ന ഇൻസ്ട്രക്ഷൻസിന് എന്ത് പറയും? കോഡ് എന്ന് പറയും. അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടി എഴുതിയുണ്ടാക്കുന്ന ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ എന്ത് പറയുന്നത്? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടറിന് എന്തറിയില്ല, കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് മാത്രമേ അറിയുള്ളൂ, ഹ്യൂമൻ ലാംഗ്വേജ് അറിയില്ല. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞാലും ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു സീറോസ് ആൻഡ് വൺസ്. ദാറ്റ് ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് ഇൻ ദ കമ്മിങ് സെഷൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് നെക്സ്റ്റ് സോഫ്റ്റ്വെയർ എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് എഴുതുന്നു. സോഫ്റ്റ്വെയർ ഇസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഓർ കോഡ് റിട്ടൺ ബൈ ദ പ്രോഗ്രാമർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്. അതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഡെഫിനിഷൻ. ഇനി നമ്മൾക്ക് സോഫ്റ്റ്വെയറിൻ്റെ ടൈപ്സ് ഏതൊക്കെയെന്ന് നോക്കാം. മൂന്നായിട്ട് മെയിനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, രണ്ടാമത്തെ സിസ്റ്റം സോഫ്റ്റ്വെയർ, മൂന്നാമത്തെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അതൊരു സ്പെസിഫിക് ആപ്ലിക്കേഷൻ. ആപ്സ് ആർ ഫെമിലിയർ വേർഡ്സ് ടു അസ് അല്ലേ. നമ്മളിപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ആപ്സ്. അപ്പോൾ തന്നെ നമുക്കറിയാം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാനാണ് ആ ആപ്സ് ഉപയോഗിക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഞാൻ പറയാം എൻഡിൽ. അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് നമുക്ക് ബാങ്കിങ്, ഹോട്ടൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർസ്, ഒരു വേർഡ് പ്രോസസ്സിങ്, ഇതൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഇത് മെയിൻ സോഫ്റ്റ്വെയർ ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ തന്നെ പ്രധാനമായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നും ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സിസ്റ്റം സോഫ്റ്റ്വെയർ തന്നെയാണ് വേണമെങ്കിൽ എന്ത് പറയാം, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ബേസിക് ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന, അതായത് കമ്പ്യൂട്ടറിൻ്റെ കോംപ്ലക്സിറ്റീസിനെയൊക്കെ ഹൈഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ബേസിക് ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്ത് യൂസറിന് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കുന്നതാണ് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിത്തൗട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാംഗ്വേജ് പ്രോസസ്സർ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് പറഞ്ഞുതരാം. ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ദറ്റ് കൺട്രോൾസ് ദ ബേസിക് ഫങ്ഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഇറ്റ് കൺട്രോൾസ്, മാനേജസ്, അലോക്കേറ്റ്സ് ഓൾ ദ റിസോഴ്സസ്, ഹാർഡ്വെയർ, പാർട്സ്, എവറിത്തിങ് ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദ ടാസ്ക്. അതായത് ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് എ സിസ്റ്റം. നമ്മുടെ കമ്പ്യൂട്ടർ നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയറിന് എന്ത് പറയുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് എല്ലാം അറിയുന്നുണ്ടാവും. വിൻഡോസ്, സോളാരിസ്, ലിനക്സ്, ഇപ്പോൾ നമുക്ക് മാക് OS, ഉബുണ്ടു, ആപ്പിൾസ്, നമുക്ക് ആൻഡ്രോയിഡ് ഫോൺസ് ഉണ്ട്, അത് OS ആണ്. അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ സിസ്റ്റം വർക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് എന്താ പറയുന്നത്, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ തന്നെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ലാംഗ്വേജ് പ്രോസസ്സർ. അതിന് മുന്നേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളുടെ ഒരു മൊബൈൽ ഡിവൈസസിലായാലും കമ്പ്യൂട്ടറിലായാലും ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്തുതന്നെയാണ്? നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അല്ലേ. അപ്പോൾ ഏതൊരു പ്രോഗ്രാം റൺ ചെയ്യണമെങ്കിലും ഏത് അത്യാവശ്യം വേണം? അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്ലീൻ ആയിട്ടുണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്വെയർ റിസോഴ്സസിനെയൊക്കെ മാനേജ് ചെയ്തിട്ട്
നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ റെഡിയാക്കുക വർക്ക് ചെയ്യാനുള്ളത്. അതിലപ്പോൾ കുറേ ഫങ്ഷൻസ് വരുന്നുണ്ട്, അത് ഞാൻ അഡീഷണലായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ദെൻ രണ്ടാമത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേബിൾ കൺസിസ്റ്റൻറ്റ് വേ ഫോർ അപ്ലിക്കേഷൻ ടു ഡീൽ വിത്ത് ഹാർഡ്വെയർ വിത്തൗട്ട് ഹാവിങ് ടു നോ ഓൾ ഡീറ്റെയിൽസ് ഓഫ് ദ ഹാർഡ്വെയർ. അതായത് നമുക്ക് ഹാർഡ്വെയറിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് അറിയണമെന്നില്ല, എന്നാലും അതിനെ പെർഫെക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. ഇതാണ് മെയിൻ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ബേസിക്കലി മെയിൻ ഫങ്ഷൻസ് 6 ഫങ്ഷൻസ് ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം 6 മെയിൻ ഫങ്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പ്രൊസസ്സർ മാനേജ്മെൻറ്റ് അല്ലേ. അതിലാണ് പ്രൊസസ്സറാണ് ബ്രെയിൻ എന്ന് പറയുന്നത് അല്ലേ. അതിൽ നമ്മൾക്ക് വേണ്ട ആവശ്യങ്ങൾ ലോഡ് ചെയ്യണം, സ്കെഡ്യൂൾ ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം. ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങളെയൊക്കെ മാനേജ് ചെയ്യുക. പ്രൊസസ്സർ മാനേജ്മെൻ്റ് ആണ് ഫസ്റ്റ് ഫങ്ഷൻ. പിന്നെ എന്താണ്? മെമ്മറി മാനേജ്മെൻറ്റ്. ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് വേണം? അത് മെമ്മറിയിലോട്ട് പോയി കഴിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ അലോക്കേഷൻ ഓഫ് അലോക്കേഷൻ ഓർ ഡി അലോക്കേഷൻ of memory for the program execution എന്നുള്ള മെയിൻ ടാസ്ക് സെക്കൻഡ് ഫംഗ്ഷനാണ്. തേർഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിവൈസ് മാനേജ്മെൻറ്റ് അല്ലേ. കമ്മ്യൂണിക്കേഷനും അതിൻ്റെ സിഗ്നൽസിനെയും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് അതിനെ കോർഡിനേറ്റ് ചെയ്യാനാണ് ഡിവൈസ് മാനേജ്മെൻറ്റ് തേർഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ സ്റ്റോറേജ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മാനേജസ് കൺട്രോൾ സ്റ്റോറേജ് ഡിവൈസസ്. നമുക്കറിയില്ല നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റോറേജ് ഡിവൈസസ് ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ അതിനൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഫംഗ്ഷൻ. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ആക്ട് ആസ് എൻ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ഹാർഡ്വെയറിൻ്റെയും യൂസറിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ കാണുന്നത്. അപ്പോൾ അത് യൂസർ ഇൻ്റർഫേസ് ആയിട്ടും ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. പ്രൊസസ്സർ മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്, സ്റ്റോറേജ് മാനേജ്മെൻറ്റ്, ആപ്ലിക്കേഷൻ ഇൻ്റർഫേസ് ഡ്രൈവേഴ്സിനെയൊക്കെ അലോക്കേറ്റ് ചെയ്യുന്ന യൂസർ ഇൻ്റർഫേസ്, സ്ട്രക്ചർ ഫോർ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ. ഇത്രയാണ് നമ്മുടെ കീ ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതെല്ലാം ടൈപ്പാണുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് ടൈപ്പ് സിംഗിൾ യൂസർ സിംഗിൾ ടാസ്ക് ആണ്. അതായത് ഒരു സമയത്ത് ഒരു ടാസ്ക് ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ സോഫ്റ്റ്വെയറിനെയാണ് സിംഗിൾ ടാസ്ക് സിംഗിൾ യൂസർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. മുന്നേ നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പോൾ നമ്മൾ വിൻഡോസ് വന്നതിന് ശേഷം അധികം ഇല്ല, കാരണം അതിൽ GUI സപ്പോർട്ട് ഇല്ല. ദെൻ നെക്സ്റ്റ് സിംഗിൾ യൂസർ മൾട്ടി ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു യൂസറിനെ യൂസ് ചെയ്യാം, പക്ഷേ ഒന്നിൽ കൂടുതൽ ടാസ്ക് നമ്മൾക്ക് ചെയ്യാം. അപ്പോൾ നമുക്കതിന് വിൻഡോസ് എക്സാമ്പിൾ പറയാം. ഒന്നിൽ കൂടുതൽ ടാസ്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ മൾട്ടി യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ യൂസറിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതൊക്കെയാണ്? അതായത് ഒരേ സമയത്ത് തന്നെ നമ്മൾക്ക് മൾട്ടി യൂസേഴ്സിനെ സെർവ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് ത്രൂ നെറ്റ്വർക്ക് വഴിയൊക്കെയാണല്ലോ ഒന്നിൽ കൂടുതൽ യൂസേഴ്സിനെ അറ്റ് എ ടൈം ആക്സസ് ചെയ്യണത്. അപ്പോൾ അതിനുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് യുണിക്സ്, ലിനക്സ്, വിൻഡോസ് 7 അങ്ങനത്തെയൊക്കെ എല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ളതെല്ലാം തന്നെ മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. പിന്നെ മൾട്ടി പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആസ് എ നെയിം സജസ്റ്റ് ഒന്നിൽ കൂടുതൽ പ്രോസസ്സിനെ അറ്റ് എ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിംഗിൾ പ്രോസസ്സിനെ ഒന്നിൽ കൂടുതൽ പ്രോസസ്സേഴ്സ് വെച്ചിട്ട് നമ്മൾക്ക് അതിനെ മാനേജ് ചെയ്യുക, അതിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്. അതായത് പാരലൽ വേ ഓഫ് എക്സിക്യൂഷൻ. അതിനെ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ സെഗ്മെൻറ്റ്സ് പാരലലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. ഇതിനെ പാരലൽ പ്രോസസ്സിംഗ് എന്നുള്ളൊരു പേരും കൂടിയുണ്ട്. പിന്നെ ഇതിന് എക്സാമ്പിൾസ് ഇതെല്ലാം തന്നെയാണ്. ഇതിപ്പോൾ ഈ മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മൾട്ടി പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഇതിന് എക്സാമ്പിൾസ് തന്നെയാണ്. നേരത്തെ പറഞ്ഞതെല്ലാം ഇതിന് എക്സാമ്പിൾസ് തന്നെയാണ്. ദെൻ എംബഡഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നത് എംബഡഡ് നമ്മുടെ റിസ്റ്റ് വാച്ചുണ്ട്, നമ്മുടെ വാഷിംഗ് മെഷീൻ, മൈക്രോവേവ്, ഇതിലൊക്കെ ഒരു ചിപ്പായിട്ട് അതിനകത്തുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എംബഡഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദെൻ നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സ് വർക്ക് ചെയ്യുന്നത് ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന
ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത്രയാണ് മെയിനായിട്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ സെക്കൻഡ് ക്ലാസിഫിക്കേഷനായ ലാംഗ്വേജ് പ്രോസസർ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം കമ്പ്യൂട്ടറിൽ 0s and 1 അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് ലോ ലെവൽ ലാംഗ്വേജ് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിൽ ആൽഫബറ്റ്സ് 0 അല്ലെങ്കിൽ 1 എന്ന് മാത്രമാണ്, ആബ്സെൻസ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് പ്രസൻസ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ പക്ഷേ നമ്മൾ യൂസേഴ്സ് അല്ലെങ്കിൽ പ്രോഗ്രാമേഴ്സ് എഴുതുന്ന കോഡ് മുഴുവൻ നമ്മളുടെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹ്യൂമൻ ലാംഗ്വേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഡ്സാണ്. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യാനുള്ള ട്രാൻസ്ലേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെ എന്ത് പറയുന്നത്? ലാംഗ്വേജ് പ്രോസസർ. അപ്പോൾ പ്രോഗ്രാമർ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഹെൽപ്പോട് കൂടി എഴുതുന്ന സോഴ്സ് കോഡിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ബൈനറി ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ് എന്ത് പറയുന്നത്? ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലാംഗ്വേജ് പ്രോസസ്സർ തന്നെ ഡിഫറെൻറ്റ് ഡിവിഷൻസ് ഉണ്ട്. എല്ലാ ലാംഗ്വേജ് പ്രോസസ്സിൻ്റെയും ബേസിക് ഡ്യൂട്ടി എന്ന് പറയുന്നത് കൺവേർഷൻ ഫ്രം ഹൈ ലെവൽ ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ് തന്നെയാണ്. പക്ഷേ അത് പ്രോസസ്സ് ചെയ്യുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്, അത് ചെയ്യുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ കമ്പൈലർ എന്നും ഇൻ്റർപ്രറ്റർ എന്നും അസംബ്ലർ എന്നും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. കമ്പൈലർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സി കമ്പൈലർ, C++ കമ്പൈലർ എന്നൊക്കെ. അപ്പോൾ ഇൻ വൺ സെഷൻ ഒരു പ്രോഗ്രാം എഴുതി കൊടുത്തു എന്ന് കരുതി കഴിഞ്ഞാൽ അതിൽ 10 or 20 ലൈൻസ് ആണുള്ളതെങ്കിൽ അത് ഒന്നിച്ച് എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൽ ഓരോന്നിലുള്ള എറേഴ്സ് ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്യും. അതാണ് കമ്പൈലർ ചെയ്യുന്നത്. ദെൻ ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷനാണ്. അതൊന്ന് നോക്കി അതിൻ്റെ ട്രാൻസ്ലേഷൻ കഴിഞ്ഞിട്ട് അതിൽ എറേഴ്സ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്തതിന് ശേഷം യൂസറിന് അലേർട്ട് കൊടുത്തിട്ട് റെക്ടിഫൈ ചെയ്തതിന് ശേഷം അടുത്തേക്ക് പോകുള്ളൂ. അതാണ് ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്സ് ഹൈ ലെവൽ കോഡ് ടു മെഷീൻ ലാംഗ്വേജ് തന്നെയാണ്, പക്ഷേ ഇൻ വൺ സെഷൻ, ഇൻ വൺ ഗോ. മറ്റത് ലൈൻ ബൈ ലൈൻ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷനാണ് നടക്കുന്നത്. പിന്നെ അസംബ്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ 2 മെയിൻ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. 1 പാസ് അസംബ്ലറും ഉണ്ട്, 2 പാസ് അസംബ്ലറും ഇതിൻ്റെ മെയിൻ 2 ഡിവിഷൻസ് ആണ്. 1 പാസ് എന്ന് പറഞ്ഞാൽ സോഴ്സ് കോഡ് ഇൻ വൺ എന്താ പറയുക വൺസ് ഇറ്റ് സെൽഫ് ഒരു ഇൻ വൺ ഗോ ഇറ്റ് സെൽഫ് ഇറ്റ് വിൽ ബി എക്സിക്യൂട്ടിങ്, അങ്ങനെയാണ് അത് കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ലാംഗ്വേജ് പ്രോസസ്സേഴ്സിൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കമ്പൈലറും ഇൻ്റർപ്രറ്ററും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്, കീ ഡിഫറൻസ് ഒന്നുകൂടിയും കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇത് മെയിനായിട്ടുള്ളൊരു പോയിൻ്റ് കൂടിയാണ്. അപ്പോൾ കമ്പൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ പ്രോഗ്രാമിനെ എൻറ്റയർ പ്രോഗ്രാമിനെ ഇൻ വൺ ഗോ സ്കാൻസ് ദ ഹോൾ പ്രോഗ്രാം ഇൻ വൺ ഗോ. പിന്നെ ദ എറേഴ്സ് ആർ ഷോൺ അറ്റ് ദ എൻഡ് ടുഗെദർ, ഒന്നിച്ചാണ് എറേഴ്സിനെ റിപ്പോർട്ട് ചെയ്യുക. പിന്നെയോ ഇറ്റ് കൺവേർട്സ് ഇൻസ്ട്രക്ഷൻ ഇൻ ടു സിസ്റ്റമാറ്റിക് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അത് ഏതൊക്കെ ലാംഗ്വേജസ് ആണ് കമ്പൈലർ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ C++, C# തുടങ്ങിയ എല്ലാ ഹൈ ലെവൽ ലാംഗ്വേജ് ഒക്കെ ഏതാ ഉപയോഗിക്കുന്നത്? കമ്പൈലറാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇൻ്റർപ്രറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർപ്രറ്റർ ട്രാൻസ്ലേറ്റ്സ് പ്രോഗ്രാം 1 സ്റ്റേറ്റ്മെൻറ്റ് അറ്റ് എ ടൈം, ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷനാണ്. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഒരു സമയത്ത് ഇത് ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് എറേഴ്സ്, അപ്പോൾ ആ എറേഴ്സും ലൈൻ ബൈ ലൈനായിട്ടാണ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഒരു 3rd ലൈനിൽ ഒരു എറർ കണ്ടുവെങ്കിൽ അത് അലേർട്ട് മെസ്സേജ് തന്നതിന് ശേഷം അത് റെക്ടിഫൈ ചെയ്തതിന് ശേഷം അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതാണ് എന്താ പറയുന്നത് ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ മെയിൻ എക്സാമ്പിൾസാണ് പൈത്തൺ, പേൾ എന്നൊക്കെ പറയുന്ന ലാംഗ്വേജസ്. ഇത്രയാണ് കീ ഡിഫറൻസുകൾ. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അവിടെ പറഞ്ഞിരുന്നു ഞാൻ, അതിൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ ഒന്നും കൂടി പറയാം. ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ജനറൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഉണ്ട്, സ്പെസിഫിക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഉണ്ട്. ജനറൽ എന്ന് പറഞ്ഞാൽ ജനറൽ പർപ്പസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ വേർഡ്, സ്പ്രെഡ്ഷീറ്റ്, പ്രസൻറ്റേഷൻ, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള പർപ്പസാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ആർക്കാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അവർക്കെല്ലാം എന്ത് യൂസ്ഫുൾ ആവും? ഈ ജനറൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ്ഫുൾ ആവും. എന്നിരുന്നാൽ സ്പെസിഫിക് പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രൂപ്പിന് മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു പേറോൾ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിന് ആ സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗനൈസേഷന് മാത്രമേ പറ്റുള്ളൂ. അതിനെയാണ് എന്ത് പറയുന്നത്? നമ്മുടെ സ്പെസിഫിക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? ജനറലും രണ്ടാമത്തെ കാറ്റഗറി സ്പെസിഫിക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ. പിന്നെ അതിൻ്റെ തുടർന്ന് വരുന്ന യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പിന്നെ ഉള്ള ഡിസ്കംപ്രഷൻ ടൂൾസും അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ബാക്കപ്പ് ടൂൾസ്, ആൻറ്റിവൈറസ്, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ്.